ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അൽഫാം ചിക്കൻ റെസിപ്പിയാണ്. ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ പാനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു അൽഫാം ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി 3 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്. സ്കിന്നോട് കൂടി ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സ്കിന്നില്ലാതെ ആണെങ്കിലും എടുക്കാവുന്നതാണ്. ചിക്കൻ നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെ എടുത്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 വെളുത്തുള്ളിയും 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയുണ്ട്. ഒരര ഭാഗം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇത് കയറാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കത്തി ഉപയോഗിച്ചിട്ട് കുത്തി കൊടുത്താലും മതി. എല്ലായിടത്തേക്കും ആ ഒരു മസാല എല്ലാം ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ലതുപോലെ എല്ലായിടത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി ആക്കി കൊടുക്കുക. അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും അത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരും. അരമണിക്കൂറിന് ശേഷം ബാക്കിയുള്ള മസാല ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എരിവ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നിൽക്കും. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും ചിക്കന്, അതുപോലെ എരിവും കുറവായിരിക്കും. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗരം മസാലയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലോ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലതുപോലെ മിക്സായി വന്ന ഈ ഒരു മസാലയിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കണം. സാധാരണ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ, അത് ഒരു 1/4 കപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല കുറച്ച് തിക്കായിരിക്കും. പാല് കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് വെള്ളം പോലെ ലൂസാക്കി എടുക്കരുത്. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് വേണം ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഈ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇതാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ റെഡിയാക്കി വെച്ചത് ഒരു 2 മണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം. എന്നാൽ മാത്രമാണ് ഇത് നല്ലതുപോലെ പിടിച്ചു കിട്ടുള്ളൂ. ഈ ഒരു ചിക്കനിലേക്ക് ഈ മാരിനേഷൻ പിടിക്കുന്നത് പോലെ ഇരിക്കും ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ്. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ മാരിനേഷൻ നല്ലതുപോലെ അതിലേക്ക് പിടിച്ച് കിട്ടണം. പാനിൽ വെച്ചിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ എളുപ്പത്തിൽ പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. പാനിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ആദ്യം പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി. ഒരുപാട് ഓയിൽ ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഓയിലൊന്ന് ചൂടാവുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള പാനിൽ ഒരു 2-3 പീസ് ചിക്കനെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ.
കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റിൽ ഈ ഒരു ഗ്രില്ല് പാനിൽ ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മസാല കുറച്ച് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ വെക്കേണ്ടത്. 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയം ചിക്കൻ്റെ സൈഡ്സ് ഒന്നും ഒരുപാട് ഫ്രൈ ആയിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. അടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഓയിലും ആ ഒരു മസാലയൊക്കെ അത്യാവശ്യം വെള്ളം പോലെ തന്നെ ഉണ്ടാവും. ലിക്വിഡ് ഫോമിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ചിട്ടോ മറ്റോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കണ്ട. ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങും. ഈ ഒരു സമയത്ത് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു 80% ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള ആ ഒരു മസാലയുടെ ഒരു വാട്ടർ കണ്ടൻറ്റ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് ബാക്കി എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ. എല്ലാം ഒന്ന് വറ്റിപ്പോയിട്ടുണ്ടാവും. അതുപോലെ ചിക്കൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്ന് തുടങ്ങുന്നുണ്ടാവും. ഈ ഒരു സമയത്താണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ടിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഒരു സൈഡെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം കീപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മെൽറ്റ് ചെയ്തിട്ടില്ല ബട്ടർ. ഓരോ ബട്ടറിൻ്റെ കഷ്ണങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് അതേപടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോ ചിക്കൻ്റെ മുകളിലും വെച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ ഉപയോഗിക്കാം. ഏത് ബട്ടർ ആയാലും മെൽറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് റബ്ബ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടിക്കോളും. നല്ല ചൂടിൻ്റെ മുകളിലേക്കല്ലേ നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി അതിൻ്റെ മുകളിലേക്ക് ഒലിച്ചിറങ്ങിക്കോളും. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കാൻ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു ബട്ടർ ഒരു സൈഡിൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്കും ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും അത്യാവശ്യം നല്ലതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. ആ ഒരു ബട്ടർ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് ഫ്രൈ ആയി ഗ്രില്ലായി കിട്ടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 2 സൈഡിലും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് നേരം വെച്ച് കൊടുത്താൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 2 മിനിറ്റ് മാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം തുറന്ന് ഒന്നുകൂടി മറിച്ചിട്ട് വച്ച് കൊടുക്കുക. അപ്പോഴേക്കും 2 ഭാഗവും നല്ലതുപോലെ ഇതുപോലെ റെഡിയായി കിട്ടും. നമ്മളിത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന ആ ഒരു മണം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് മറിച്ചിട്ടിട്ട് ഞാൻ ഒന്നും കൂടി വെച്ച് കൊടുക്കുകയാണ്, നെക്സ്റ്റ് സൈഡ് ഒന്ന് റെഡി ആവാൻ വേണ്ടി. അതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് നേരം വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ബട്ടർ ആയതുകൊണ്ട്. 2 മിനിറ്റിൽ കൂടുതലൊന്നും ഒരിക്കലും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ഇവിടെ ചാർക്കോളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുള്ള നല്ലൊരു അൽഫാം ചിക്കനാണ്. ഈ ഒരു പ്രോസസ്സിൽ വേണം ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്, ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
ഓവനിൽ ഗ്രില്ല് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 3/4 മണിക്കൂറായാൽ ഈ ഒരു ചിക്കൻ കറക്റ്റായിട്ട് ഗ്രില്ലായിട്ട് വരും. ഒരു 35 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ടിട്ട് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു അൽഫാം ചിക്കൻ്റെ കൂടെ സൈഡായിട്ട് നല്ലൊരു വെജിറ്റബിൾ സാലഡും ചപ്പാത്തിയോ പൊറോട്ടയോ കുബൂസോ സെർവ് ചെയ്യാവുന്നതാണ്. കുബൂസിൻ്റെ റെസിപ്പിയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീറ്റ് പൊറോട്ടയുടെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്